ഇവളുടെ പേരാണ് ചിമ്പുരു. ചിമ്പുരുട്ടൻ ചിമ്പുരുട്ടൻ എന്ന് വിളിച്ചാലും അവള് വരാറുണ്ട്. നമുക്കതിഷ്ടമാണ്. ആര് പിന്നെ എൻ്റെ വീഡിയോ കാണാൻ? എല്ലാവരും വരുമോ? നമ്മുടെ ചിമ്പുരുട്ടനെ കണ്ട് പ്രോത്സാഹിപ്പിക്കുമോ? അങ്ങനെ ഉറക്കം വേണ്ട. എന്ത് നിഷ്കളങ്കതയാണെന്ന് നോക്കിയാൽ, മുഖത്തോട്ട് നോക്കിയാൽ ഇത്രയും നിഷ്കളങ്കമായ ഒരു ഭാവം ഭൂമി മലയാളത്തിലല്ല, കുരുത്തം കിട്ടാണ്. കുരുത്തക്കേടാണ്. എന്ത് പറയാനാണ്? പറമ്പിലും പാടത്തും നടക്കണ എലീനെയും പുലീനെയും പിടിച്ച ഓർക്കുണ്ട്. എന്നിട്ട് ആ കിടപ്പ് വേണ്ട. ആരെങ്കിലും പറയുമോ ഇതൊരു പാവമാണെന്ന്? പാവമൊക്കെയാണ്, എൻ്റെ പാവമാണ്. പക്ഷേ കയ്യേക്കും എലീനെ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അടിയില അതിൻ്റെ തല മാത്രം കടിച്ചെടുക്കും. ബാക്കിയെല്ലാം കട്ടിലിൻ്റെ അടിയിലുണ്ടാവും. അതാണ് ഇവളുടെ സ്ഥായിയായ പാവം. കിടപ്പ് കണ്ടോ? പാവമാണ്. ഇവരുടെ ഇരിക്കലുണ്ട്. അപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. പാവം പോലെ കിടക്കും. പക്ഷെ പറമ്പിലും പാടത്തുള്ള എലിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും. ചിമ്പ്രുവേ ഡീ ചിമ്പ്രു ഇറ്റടി നീക്കടി ഡീ. പകലും മുഴുവനും തെണ്ടാൻ പോയിട്ട് വന്നേക്കേട്ടവള്. എലീനെ പിടിക്കണില്ലേ? പിടിച്ചോണ്ടാടി. എന്നിട്ട് കട്ടിലിൻ്റെ അടിയില, മേശയുടെ അടിയില എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്. കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ഇവിടെ പരം കുരുത്തക്കേട് ലോകത്താർക്കും ഉണ്ടാവില്ല. ലോകത്ത് കണ്ട എല്ലാ എലീനും അവൾ പിടിച്ചോണ്ട് വരും. അടുത്ത ആള് തന്നെയുണ്ട്, അവളുടെ ഓമനപുത്രൻ. ഇതാണ് ഇവളുടെ ഓമനപുത്രൻ. ഒരേ ഒരു മോനുള്ളൂ. അങ്ങനെയാണെങ്കിൽ തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചേക്കുന്ന ഒരു സാധനം. തീറ്റ പ്രാന്തൻ എന്ന് പറഞ്ഞാൽ മതി. ഒന്ന് കിടക്കേണ്. തിന്നാനും ഇങ്ങനെ തിന്നണം ഉറങ്ങണം. എന്തൊരു ആർത്തിയാണ്. ആരെന്ത് തീറ്റ കൊടുത്താലും അങ്ങ് തിന്ന് നടക്കും. ഒരു പക്ഷേ പാവം എല്ലാ സാധനത്തിനും പിടിച്ചോളും, തിന്നോളും. പക്ഷെ ചെയ്യുന്ന വേല ഇതാണ്. പറമ്പിലും പാടത്തും കിടക്കണം എലീനെ പിടിച്ച് അകത്തുകൊണ്ടുവന്നിടും. ദൈവമേ, ഇനി എന്നാണെന്നാവും പാമ്പിനെ ഇവള് കൊണ്ടുതന്നെ. അതോർക്കുമ്പോഴാണ് ഒരു പേടി. എൻ്റെ പൊന്നുമോളെ, നീ പാമ്പിനെ പിടിച്ചുകൊണ്ട് വരില്ലേ? കേട്ടല്ല, എന്നും അവളെ ചീത്ത പറഞ്ഞ അവളൊരു ഓട്ടമാണ്. ഇപ്പൊ അമ്മ ഓർക്ക് നിർത്തി അവള് പരിപാടിയെന്ന്. എവിടാ അവൾ ഈ പരിപാടിയെ നിർത്തൂല. കിടക്കണ കിടപ്പോക്കി കണ്ടാ പറയോ? പഞ്ചഭാവത്തിനെ പോലെ നിഷ്കളങ്കത വാരി വിതറി കിടക്കുകയാണ് അവള്. ഇങ്ങനെ ഒരു സാധനം.